ക്ഷാമബത്ത കുടിശ്ശികയുടെ ഒരു ഗഡു ഏപ്രിലിൽ നൽകുമെന്ന ബജറ്റ് പ്രസംഗത്തിൽ ആശയക്കുഴപ്പത്തിലായി സർക്കാർ ജീവനക്കാർ. പ്രഖ്യാപനം 2 ഗഡു നൽകുമെന്ന് ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന് വിരുദ്ധം. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഏപ്രിലിന് മുൻപ് നൽകിയാൽ അധിക നികുതി ഒടുക്കേണ്ടി വരുമെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത കുടിശ്ശികയുടെ ഒരു ഗഡു 2025 ഏപ്രിൽ മാസം വിതരണം ചെയ്യുമെന്ന ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനമാണ് ജീവനക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം ക്ഷാമബത്തയുടെ 2 ഗഡു ജീവനക്കാർക്ക് നൽകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 10/7/2024 റൂൾ 300 പ്രകാരം നിയമസഭയിൽ പറഞ്ഞത്. ബജറ്റ് പ്രഖ്യാപനം വന്നപ്പോൾ അത് ഒരു ഗഡു മാത്രമായി കുറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് സർക്കാർ നിലപാടെങ്കിൽ ബജറ്റിലും 2 ഗഡു എന്ന പ്രഖ്യാപനം വരേണ്ടതാണ്. ഇതുണ്ടായില്ലെന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അതേസമയം ക്ഷാമബത്ത സംബന്ധിച്ച ഉത്തരവും ധനവകുപ്പ് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡുക്കൾ നൽകുമെന്ന പ്രഖ്യാപനത്തിലെ വ്യക്തതക്കുറവും ആശങ്ക സൃഷ്ടിക്കുന്നു. 2025 വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. 2025 ഏപ്രിലിന് മുൻപ് ശമ്പള കുടിശ്ശിക 2 ഗഡുക്കൾ ജീവനക്കാരുടെ അക്കൗണ്ടിലെത്തിയാൽ ഈ വർഷത്തെ ഇൻകം ടാക്സ് അടച്ചവർ വീണ്ടും അധിക നികുതി അടയ്ക്കേണ്ടി വരും. അതിനാൽ തന്നെ കുടിശ്ശിക പണം നൽകുന്നത് ഏപ്രിലാക്കണമെന്നാണ് ജീവനക്കാരുടെ നിലപാട്. ലോൺ എടുത്ത് നികുതി അടയ്ക്കാൻ താല്പര്യമില്ലാത്തതിനാൽ 2025-26 വർഷത്തെ ആദായ നികുതിയിൽ ഉൾപ്പെടുന്ന രീതിയിൽ തുക ഏപ്രിലിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്നതാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘം ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ക്ഷാമബത്ത കുടിശ്ശികയുടെ ഒരു ഗഡു ഏപ്രിലിൽ നൽകുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ സർക്കാർ ജീവനക്കാർ ഏതു രീതിയിലാണ് ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത്? രോഹിണി, ഈ കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിലാണ് ഈ ക്ഷാമബത്ത കുടിശ്ശികയുടെ ഒരു ഗഡു അത് അടുത്ത വരുന്ന ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് 2025 ഏപ്രിലിൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ കഴിഞ്ഞ 10/7/2024 ചട്ടം 300 പ്രകാരം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാകട്ടെ ഇനി മുതലുള്ള എല്ലാ സാമ്പത്തിക വർഷങ്ങളിലും 2 ഗഡു ഈ രീതിയിൽ സർക്കാർ വിതരണം ചെയ്യുമെന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ നിയമസഭയിൽ കെ.എൻ. ബാലഗോപാൽ നടത്തിയിരിക്കുന്ന പ്രസംഗം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി 10/7/2024 നിയമസഭയിൽ പറഞ്ഞ രീതിയിൽ 2 ഗഡുക്കൾ വിതരണം ചെയ്യുമെന്നുള്ളതാണ് സർക്കാർ നിലപാടെങ്കിൽ ബജറ്റ് പ്രഖ്യാപനത്തിൽ അത് ആ രീതിയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നൽകുന്നത് ഒരു ഗഡുവിൻ്റെ കാര്യം മാത്രമാണ് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ ആശങ്കയിലേക്ക് സർക്കാർ ജീവനക്കാർ പോവുകയാണ്. പ്രത്യേകിച്ച് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിലനിൽക്കുന്നതിനാൽ ഈ 2025-26 സാമ്പത്തിക വർഷം ഒറ്റ ഗഡു മാത്രമായിരിക്കുമോ ക്ഷേമബത്തയുടെ ഭാഗമായി തങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ജീവനക്കാരെ ഏറ്റവും പ്രധാനമായും ആശങ്കപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ കുടിശ്ശിക അടക്കം നൽകുന്നതിലുള്ള ഈ കാലതാമസങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളത് ജീവനക്കാരെ വല്ലാതെ ആശങ്കയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ 2025 ഏപ്രിലിൽ ഇത്തരത്തിൽ ക്ഷേമബത്ത കുടിശ്ശിക നൽകുമെന്ന് പറയുമ്പോഴും ഇത് സംബന്ധിച്ച ഉത്തരവ് പോലും ഇതുവരെയും പുറത്തിറക്കിയിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കുടിശ്ശിക അത് നൽകുന്നതിലും വലിയ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ജീവനക്കാർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശിക 2025 അതിൻ്റെ ഒരു 2 ഗഡു വിതരണം ചെയ്യുമെന്നുള്ളതാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഈ 2025 എന്ന് പറയുമ്പോൾ ഇനി ഈ സാമ്പത്തിക വർഷം അവസാനിപ്പിക്കാൻ ഏതാണ്ട് 1.5 മാസം കൂടിയുണ്ട്. അപ്പോൾ ഈ 1.5 മാസത്തിനുള്ളിൽ സർക്കാരിന് ആവേശം കയറിയെങ്ങാനും ഇത് നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, അതായത് ഇവരുടെ ശമ്പളത്തിനൊപ്പം ഇത് എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ഇൻകം ടാക്സ് ഒക്കെ നേരത്തെ അടച്ച കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്ന ജീവനക്കാർക്ക് വീണ്ടും അധിക നികുതി നൽകേണ്ടി വരുമെന്നുള്ളൊരു ആശങ്ക അത് ജീവനക്കാർക്കിടയിൽ വളരെ സജീവമായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 2025-26 വർഷത്തെ ആദായ നികുതിക്കൊപ്പം വരുന്ന രീതിയിൽ അടുത്ത ഏപ്രിലിൽ മാത്രമായിരിക്കണം ഈ തുക ക്രെഡിറ്റ് ചെയ്യണം, അക്കൗണ്ടിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ് ജീവനക്കാരുടെ ഒരു നിലപാട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘം പോലെയുള്ള ജീവനക്കാരുടെ സംഘടനകളും ഈ ആവശ്യം സജീവമായി ഉന്നയിക്കുകയാണ്. ഇല്ലെങ്കിൽ ലോൺ എടുത്ത് അധിക നികുതി അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ജീവനക്കാരെന്നും ഈ സംഘടനകളെല്ലാം പറയുന്നുണ്ട്. ഈ 2 വിഷയങ്ങളാണ് ഈ ബജറ്റ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ക്ഷാമബത്തയുടെയും അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെയും കാര്യത്തിൽ ജീവനക്കാരെ ആശങ്കയിലാക്കുന്നത്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.